ചെലവ് ചുരുക്കലിന്റെ പേരിൽ വിദേശ സന്ദർശനങ്ങൾ മാറ്റിവെക്കാം. ചെലവ് ചുരുക്കലിന്റെ പേരിൽ 5 സ്റ്റാർ ഹോട്ടലിലെ താമസം മാറ്റിവെക്കാം. ചെലവ് ചുരുക്കലിന്റെ പേരിൽ മുന്തിയ ക്ലാസ്സിലെ യാത്രകളും മാറ്റിവെക്കാം. പക്ഷെ തിരുവ എതിർവ മാറ്റിവെക്കാൻ കഴിയില്ല. വരവും ചെലവും നോക്കാതെ ആരംഭിക്കുന്നു തിരുവ എതിർവ. പണമില്ലാത്തവന് അതുണ്ടാക്കാനായി മാത്രം അധ്വാനിച്ചാൽ മതി. പക്ഷെ പണമുള്ളവന്റെ കാര്യം അതല്ല. പണമുണ്ടാക്കാൻ ആദ്യം അധ്വാനിക്കണം. പിന്നെ ഉണ്ടാക്കിയ പണം ചെലവാക്കാനും അധ്വാനിക്കണം. ഈ ഇരട്ട അധ്വാനത്തിൽ തളരുന്ന, ആ തളർച്ചയിലും തമാശ പറയുന്ന ഒരാളുടെ ഇതുവരെയുള്ള ജീവിത കഥ പറയുകയാണ് ഇന്നിവിടെ. ഒരു വേദനിക്കുന്ന കോടീശ്വരൻ. വേദനിക്കുന്ന കോടീശ്വരൻ, അതാണ് ഞാൻ. ബോംബെയിലെ തിരക്കെല്ലാം കഴിയുമ്പോൾ എന്നും രാത്രി 2 മണിയാവും. നേരെ ജൂഹു ബീച്ചിലേക്ക് പോകും. അവിടെ ഇരുന്ന് കുറേ നേരം വേദനിക്കും. സ്നേഹിക്കാനുള്ള മനസ്സുണ്ട്, പക്ഷേ സ്നേഹിക്കാൻ ആളെ കിട്ടുന്നില്ല. പ്രഭാത ഭക്ഷണം ന്യൂയോർക്കിൽ, ഉച്ചയൂണ് ലണ്ടനിൽ, ചായകുടി പാരീസിൽ, അത്താഴം മോസ്കോയിൽ. ഇതായിരുന്നു ശശി തരൂരിന്റെ ഭൂതകാലം. അങ്ങനെ ഐക്യരാഷ്ട്രങ്ങളിൽ ഉണ്ടുറങ്ങി നടന്നപ്പോഴാണ് ഈ ഡൽഹി നായർക്ക് ഒരു വിളിയുണ്ടായത്. പിന്നെ രണ്ടാമത് ആലോചിച്ചില്ല. ഇന്ത്യയിലേക്ക് പറക്കാൻ കാരണവും കണ്ടെത്തി. മദർ തെരേസയെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താ അവരെ കുറിച്ച് അഭിപ്രായം? അവരൊരു വിദേശ വനിതയാണ്. കൽക്കത്തയിലാണ് താമസം. ഇന്ത്യക്കാരെ സേവിക്കേണ്ട കാര്യം എന്താ? അവർക്ക് ബുദ്ധിമുട്ടറിഞ്ഞും സഹായിക്കുന്നതാണ് മനുഷ്യത്വം. അതിന് പരിചയം വേണമെന്നോ സ്വന്തം നാട്ടുകാരനായിരിക്കണമെന്നോ നിർബന്ധമില്ല. ഒന്ന് മനസ്സിലാക്കണം, എന്റെ ആവശ്യത്തിലേറെ പണമുണ്ട്. താങ്കളെ ഞാൻ സഹായിക്കും, സഹായിക്കാതെ വിടില്ല. മൂട് മറന്നാലും നാട് മറക്കാത്തവനാണ് ശശി. നാളികേരത്തിന്റെ നാട്ടിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാനുള്ള തീരുമാനം അങ്ങനെയായിരുന്നു. അതിനായി ശശി അണ്ണനായി. അണ്ണന് മുന്നിൽ പാർട്ടിക്കാർ വെറും തമ്പികളായി. നമസ്കാരം. ശമ്പളം എത്ര വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ തരും. പക്ഷേ അച്ചടക്കത്തോടുകൂടി ജോലി ചെയ്യും. മുതലാളി എന്നുള്ള ബഹുമാനം എപ്പോഴും വേണം. മനസ്സിലായി കാണുമല്ലോ, ഇതാണ് ഞാനൊന്ന് പറഞ്ഞ ബോംബെ കോടീശ്വരൻ. ബോംബെയിലുള്ള പണക്കാരുടെ വേഷമൊക്കെ ഇങ്ങനെയാ. മൂപ്പർക്ക് ഇതുപോലത്തെ 50 ഡ്രസ്സുണ്ട്. ഞാൻ പണക്കാരനാണെങ്കിലും നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. പ്രതിഷേധക്കാരുണ്ടായി, സ്വാഭാവികം. പക്ഷെ അവരെയൊക്കെ മെരിക്കാനുള്ള മരുന്നും ഉണ്ടായിരുന്നു. അതാരൊക്കെ അവർക്ക് പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെയാ ഇന്ന് വരുമെന്നറിയാലോ. സാറിനെ കാണാൻ വന്നായിരിക്കും. ഓഹോ, പാവങ്ങൾ. എല്ലാവർക്കും എന്റെ വക ഒരു 100 രൂപ വെച്ച് കൊടുത്തേക്ക്. അത് വേണോ? വേണം. നാട്ടിലെ പ്രമാണിമാർ അവർ കോടീശ്വരനെ കൈയും നീട്ടി സ്വീകരിച്ചു. മിടുക്കൻ ആര് എന്ന മത്സരവും നടന്നു. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? പരമസുഖം. പ്ലെയിനിൽ കയറിയ ഉടനെ ഈ പൈലറ്റുമാരും എയർ ഹോസ്റ്റസ്മാരും ഓടിങ്ങി വരികയല്ലേ. കുടിക്കാൻ എന്താ വേണ്ടത്, കഴിക്കാൻ എന്താ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു സ്ഥിരം യാത്രക്കാരനാണല്ലോ. ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ ഞാനും ഏതോ ഒരു കേന്ദ്രമന്ത്രിയും മാത്രം. ഞാനങ്ങേരെ ശ്രദ്ധിക്കാനൊന്നും പോയില്ല, നമുക്കെന്ത് കാര്യം. പക്ഷേ പുള്ളി നമ്മളടുത്ത് വന്ന് നമ്മളെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോ ഞാൻ ഓഫീസിൽ ചെല്ലണം, പാർലമെന്റിൽ ചെല്ലണം എന്ന് പറഞ്ഞു ഒരേ ബഹളം. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രി. എന്താ അയാളുടെ പേര്? അങ്ങേര് മരിച്ചുപോയില്ലേ? മരിച്ച അയാൾക്ക് പേരുണ്ടാവില്ലേ? മേനോനെ. മരിക്കുന്നത് വരെ എന്നും ഡൽഹിന്ന് വിളിക്കും. ഞാൻ ഫോൺ എടുക്കുകയല്ല. വലിയ ശല്യ. ഡൽഹി പോവാൻ നമുക്ക് എവിടുന്ന സമയം? മരിച്ചിട്ടും പോയില്ല. മരിച്ചിട്ട് പോവാത്തത് അന്ന് മാപ്രാണം കരയോഗത്തിന്റെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനിവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ ഈ ഇന്ത്യൻ എയർലൈൻസിന്റെ ആൾക്കാരെല്ലാം കൂടെ എന്നെ വന്നങ്ങ് പറഞ്ഞു. എന്ത് പറ്റി? അവർക്കും എനിക്കൊരു സ്വീകരണം തരുന്നു. ഈ കൊല്ലം ഇന്ത്യൻ എയർലൈൻസിലെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത യാത്രക്കാരൻ ഞാനാണല്ലോ. പക്ഷെ എനിക്ക് സ്വീകരണത്തിനൊക്കെ എവിടെയാ നേരം? വേണ്ടെന്ന് പറഞ്ഞു. എന്താ കൈക്ക്? ഏയ് ഒന്നുമില്ല. അല്ല, ഞാൻ വന്നപ്പോലും കൈ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു. വാദത്തിന്റെ സുഖമുണ്ടോ? ഏയ് ഒന്നുമില്ല, ഷർട്ട് ചുളിയാണ്ടിരിക്കാൻ. ബോംബെയിലെ എനിക്ക് ആഴ്ചയിൽ 2-3 സ്വീകരണം ഉണ്ടാവും. ഒരു സുഖ. വലിയ വലിയ ജഡ്ജിമാരും സിനിമാ താരങ്ങളും ഒക്കെ നമ്മളെങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തല്ലേ. തിരഞ്ഞെടുപ്പിൽ ജയിച്ച് ഡൽഹിയിലെത്തിയപ്പോഴാണ് സ്വന്തം പാർട്ടിക്കാർക്ക് കൊതിക്കറിവ് മൂർച്ഛിച്ചു തുടങ്ങിയത്. കേരള ഹൌസിലെ മൂട്ടകടി കൊള്ളാൻ ശശി തരൂർ വന്നില്ല എന്നതായിരുന്നു ആദ്യ പരാതി. കേരള ഹൌസ് വിട്ട് പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് പോകാൻ വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. എന്ത് പറ്റി വർഗീസേ? ഇതല്ലേ ഡ്രോയിങ് റൂം? അതെ സർ. ഇവിടെയൊക്കെ ചോപ്പ് പെയിന്റ് അടിക്കാൻ പറഞ്ഞിട്ട് പെയിന്റ് കൃത്യസമയത്ത് കിട്ടിയില്ല. കിട്ടിയില്ലേ? എങ്കിൽ പിന്നെ ബോംബെ കൊണ്ടുവരാമായിരുന്നില്ലേ?
പുറത്തുനിന്ന് വല്ലവരും വരുമ്പോ ആദ്യം കാണുന്ന മുറിയല്ലേ? വേണ്ടത്ര മോടിയായിട്ടില്ല. ആ വാതിലിന്റെ കൊത്തുപണിയിൽ കുറച്ചുകൂടെ ആകാമായിരുന്നു. സെറ്റിയുടേതാ ഈ മരത്തിലൊക്കെ സ്വർണ്ണ നിറത്തിലുള്ള പെയിന്റ് അടിക്കണമായിരുന്നു. ചെയ്യാം സാർ. എപ്പോ? ഉടനെ ചെയ്യാം. ശശി തരൂരിന്റെ കയ്യിൽ പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. വിവരവും വിദ്യാഭ്യാസവും ഉള്ളത് കുഴപ്പമായി. പാർട്ടി കോൺഗ്രസ് ആണ്. അസൂയക്കാർ തക്കം പാർത്തിരുന്നു. 40,000 രൂപ ദിവസ വാടക കൊടുത്ത് ഹോട്ടൽ മുറിയെടുത്തു എന്ന് പറഞ്ഞ് ഡൽഹിയിൽ കളി തുടങ്ങി. കോൺഗ്രസുകാരെ ചരിത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്ന തരൂരിനെ കോൺഗ്രസുകാർ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ആരംഭിച്ചു. പൊതുപ്രവർത്തകരെല്ലാവരും ലളിതമായ ജീവിതം നയിക്കുകയും വിനയത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ അവരുടെ കാര്യങ്ങൾ ആകുമ്പോഴും നടത്താൻ ശ്രമിക്കും. പക്ഷെ അവസാനം ഞാൻ എൻ്റെ വഴിക്കേ ജീവിക്കാൻ സാധിക്കുള്ളൂ. പൊതുപ്രവർത്തകർ ജനങ്ങളുടെ യജമാനന്മാരല്ല, ദാസന്മാരാണ്. ഈ സ്വകാര്യ കാര്യത്തിനെ കുറിച്ച് സാധാരണ ഈ രാഷ്ട്രീയത്തിൽ ചർച്ച ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിനെ വേറെ ഭാഗത്ത് വെക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. ജനാധിപത്യത്തിൽ എന്താണ് ശക്തി? അത് ജനങ്ങളുടെ വിശ്വാസമാണ്. ഞാൻ ഒരു ഭക്ഷണം കഴിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ടല്ല അവർ ജീവിതം മാറാൻ പോകുന്നത്. ഞാൻ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ സാധിച്ചു, അതാണ് അവർ നിശ്ചയിക്കേണ്ടത്. ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടും. ഈ ഹോട്ടലിൽ താമസിക്കുന്നത് എനിക്ക് ചില സ്വഭാവങ്ങളുണ്ട്. ഞാൻ ഈ വയസ്സിൽ വേറെ മാറ്റമില്ല. എല്ലാ രാവിലെയും ഞാൻ എണിച്ച് 1 മണിക്കൂർ ജിമ്മിൽ പോകും. കേരള ഹൗസിൽ ജിമ്മില്ല. പൊതുപ്രവർത്തകർ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. ത്യാഗം സഹിക്കേണ്ടടുത്ത് ത്യാഗം സഹിക്കണം. ലളിതമായ ജീവിതവും വിനയത്തോടു കൂടിയിട്ടുള്ള പെരുമാറ്റവും ആവശ്യമാണ്. ചിലവർ അംബാസഡർ കാറിലും കീറി കുപ്പായം നടന്നിട്ട് ബാങ്കിൽ നല്ലപോലെ പണം വെച്ചിട്ട് അവരെ മക്കളെയും ഭാര്യകളൊക്കെ വെളിയിൽ അയക്കുകയും ഇതൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരുമുണ്ടല്ലോ. ഞാൻ എന്താണെന്ന്